ഹായ് ഗൈസ്. അപ്പോൾ 2026 ആവാനായതുകൊണ്ട് ഐ തോട്ട് ഐ എൻഡ് ദിസ് ഇയർ വിത്ത് 21 ഡേ ചലഞ്ച്. അതായത് ഒരു ബെല്ലി ഫാറ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല, അതുപോലെ ചെറുതായിട്ട് കയ്യും കുറയ്ക്കണം എന്നുള്ള ഒരു വെയിറ്റ് ലോസ് ചലഞ്ച്. അപ്പോൾ നമ്മുടെ പ്ലാൻ ലൈക്ക് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് 21 ഡേ ചെയ്യുക എന്നുള്ളത്. 2 ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് പ്ലാൻ എന്ന് പറയുന്നത് സൂര്യ നമസ്കാരം അഥവാ സൺ സാലുട്ടേഷൻസ് ആണ്. 3 ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. പിന്നെ 4 എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഞാനൊരു പ്രോപ്പർ കട്ട് ഒരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 80-20 റൂൾ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഔട്ട്ലൈൻ. അപ്പോൾ സൺ സാലുട്ടേഷൻസ് അല്ലെങ്കിൽ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത 21 ദിവസം 108 വട്ടം സൂര്യ നമസ്കാരം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് 108 വെൻ ഇറ്റ് കംസ് ടു സൂര്യ നമസ്കാരം ഇസ് എ വെരി ബിഗ് നമ്പർ. കാരണം അത് കുറച്ച് ടയറിങ് ആൻഡ് ഹെക്റ്റിക് ആവാം. പക്ഷേ ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം. ഞാനൊരു 30 ഡേ സൂര്യ നമസ്കാരം ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ നോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാൻ ഡു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾ നേരെ ചാടിക്കത് 108 ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. സോ നിങ്ങൾ ചെറിയ ചെറിയ നമ്പറിൽ നിന്ന് കയറ്റി പോവുക എന്ന് ഞാൻ പറയും. അപ്പോൾ 108 സൂര്യ നമസ്കാരം ഫോർ 21 ഡേയ്സ്. പിന്നെ ഇത് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഞാനെങ്ങനെയാണ് നോർമലി ചെയ്യാറെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ പോയി 108 സൂര്യ നമസ്കാരം എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ കുറേ വീഡിയോസ് വരും വേർ ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ 108 ടൈംസ്. അപ്പോൾ അത് പ്ലേ ചെയ്ത് വെച്ച് ഞാൻ അതിൻ്റെ ഒപ്പം ചെയ്തു പോകും. അല്ലാതെ നമുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ 1, 2 എന്ന് എണ്ണി ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് നടക്കില്ല. സോ അതാണ് ഞാൻ കുറച്ചുകൂടി ഈസിയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വേ. കാരണം അത് ഏറെക്കുറെ ഒരു 55 മിനിറ്റ് 1 മണിക്കൂർ എന്നതാണ് ഒരു 108 സൂര്യ നമസ്കാരത്തിന് സൈക്കിൾ എടുക്കുന്നത്. സോ അത് പ്ലേ ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ പോകുന്നത് നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോകാൻ സഹായിക്കും. 2 ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അതായത് ഈ 16-8 അവർ റൂളുണ്ട്. പിന്നെ 5-2 എന്ന് പറയുന്നത്, അതായത് നമ്മൾ 5 ദിവസം കഴിച്ചിട്ട് 2 ദിവസം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടോ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 16-8. അതായത് നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യും, 8 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഓപ്പൺ വിൻഡോ. അതായത് ഞാൻ നോർമലി ചെയ്യാറ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ ഏറ്റവും അവസാനത്തെ മീല് കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണി 10 മണിയോടെ കഴിച്ചു തുടങ്ങുകയാണ് ഞാൻ നോർമലി ചെയ്യാറ്. കാരണം എനിക്ക് എൻ്റെ വർക്കിലെ ബ്രേക്ക് 4, 5, 6 ആ ഒരു ഗ്യാപ്പിലാണ് നോർമലി വരാറ്. സോ ഞാൻ അത് 4, 5, 6 അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 9, 10 അതിനുള്ളിൽ ഞാൻ പറയാം. അപ്പോൾ അത് നമുക്കൊരു 16, 17 മണിക്കൂർ ഗ്യാപ്പ് വരും. ഞാൻ ഇതിനകത്ത് ആക്ച്വലി സ്കിപ്പ് ചെയ്യുന്നത് ലൈക്ക് രാത്രി വരുന്ന ഡിന്നർ ആണ് സ്കിപ്പായി പോകുന്നത്. കുറേ പേര് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. സോ വാട്ട് എവർ വർക്ക്സ് ഫോർ യു. നമുക്കൊരു 16, 17 മണിക്കൂർ വിൻഡോ ഇന്ന് നടുക്ക് വരണം എന്നുള്ളതേ ഉള്ളൂ. സോ ഒരു 6 മണിക്കുള്ളിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 6, 16, 10 അല്ലേ 6, അതെ 10 സോറി. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ 5-2 എന്ന് പറയുന്നത്. അതായത് നമ്മൾ 5 ദിവസം നമ്മൾ നോർമലായിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി 2 ദിവസം നമ്മൾ നല്ല പോലെ ഫുഡ് കാലറി കട്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിച്ച് ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്ന രീതിയാണ് 5-2 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഫാസ്റ്റ് ചെയ്ത് നല്ലപോലെ കൺട്രോൾ ചെയ്ത് പോകുന്ന ആൾക്കാരെ പറ്റിയും കേട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ലൈക്ക് കംപ്ലീറ്റ് 24 അവർ ഫാസ്റ്റൊക്കെ എടുത്ത് കളയുന്ന ടൈപ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ പല ടൈപ്പ് ഉള്ളതിൽ എനിക്ക് ഏറ്റവും വർക്ക് ആവുക എന്ന് ഞാൻ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ 16-8 ആണ്. സോ ഞാൻ എല്ലാ കാലത്തും അതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും പരീക്ഷിച്ചിട്ടില്ല. ആൻഡ് ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ ചാടിയുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാതിരിക്കുക. നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് ചെയ്യുക. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇതൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ എവ്രിബോഡി ക്യാൻ അഡാപ്റ്റ് ടു ദാറ്റ്. സോ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വർക്കാവുന്നതാണ് നമ്മൾ നോക്കി നമ്മൾ ട്രൈ ഒക്കെ ചെയ്തിട്ട് മാത്രം പയ്യെ ഒരു കാര്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ആരെങ്കിലും ഒരു സാധനം ചെയ്യുന്നത് കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ ചടിക്കത് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പിന്നെ ഈ 3 എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞേ, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നില്ല. അതായത് ഞാനൊരു ഷുഗർ കട്ട് അല്ലെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനൊരു 80-20 റൂൾ, അതായത് നമ്മൾ 80% ഓഫ് ദി ഫുഡ് നല്ല രീതിയിൽ കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രേവിങ്സ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ കഴിക്കുക. പക്ഷെ എന്നും വെച്ച് നമ്മൾ ഈ എന്തും വലിച്ചു വാരി കഴിക്കാനൊരു പോയിന്റിലേക്ക് പോകാതെ ഒരു ബാലൻസ് വെച്ചിട്ട് കഴിക്കുക എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ
നമുക്കിങ്ങനെ എന്താ കുറച്ചായിട്ട് ഇങ്ങനെ കൺട്രോളൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഓൺ ദ സ്പോട്ടിൽ അത് കട്ട് ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ ഡൂ മോർ എന്താ ഹാം ദെൻ ഗുഡ്. കാരണം ഞാനിപ്പോൾ ഒരു കഷ്ണം കേക്ക് കഴിച്ചാൽ എന്നാൽ പിന്നെ എന്തായാലും കഴിച്ചാൽ തിരിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ച് കളയാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളതുകൊണ്ട് ആസ് ഐ നോ മീ ഞാൻ വിചാരിക്കുന്നു ഒരു കഷ്ണം കേക്ക് കഴിച്ചാലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം നല്ലതായിട്ട് ഫോക്കസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം എല്ലാം കവർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഉത്തമ വിശ്വാസം. സോ അടുത്ത 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര മാറ്റം നമുക്ക് വന്നു നമുക്ക് കാണാം. സോ അതിന് മുന്നേ നമുക്കിപ്പോൾ വയർ എന്തോരം ഉണ്ടെന്ന് കാണാം. കാരണം എന്നാലേ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വയർ. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കണ്ടു, ഒരു കുഞ്ഞു ഗർഭിണി വയറിലേക്കൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല. സോ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഉദ്ദേശം. സൈഡ് ഫാറ്റ് ഉണ്ട്, ജീൻസ് ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതാണ്, അതും കളയണം എന്നുണ്ട്. പിന്നെ ഈ കൈയുടെ വണ്ണം കണ്ടു, ഇത്രയും വണ്ണം എനിക്ക് ഈ കൈക്ക് ഇഷ്ടമല്ല. സോ ഇത് അൾട്ടിമേറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് ഈ വയറ് കുറയ്ക്കുക അല്ലെങ്കിൽ കൈയുടെ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നതാണ്. ആൻഡ് ഐ നോ ദിസ് ഇസ് സംതിങ് പ്രാക്ടിക്കലി പോസിബിൾ. അതായത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, ഇത് വർക്കായിട്ടുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്സ് ഇട്ടാൽ അത് വർക്കാവാതെ ഇരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ 2026 ഞാൻ ഒരു സെറ്റ് ബോഡിയായിട്ട് കയറി പോകും എന്നുള്ളതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആൻഡ് എല്ലാവരും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പാളിയെന്ന് വെച്ച് അത് നിർത്താതിരിക്കുക. എനിക്ക് എപ്പോഴും പറ്റാറുള്ളൊരു കാര്യം അതാണ്. ആൻഡ് ഇപ്പം ഞാൻ മാക്സിമം പറ്റാതിരിക്കാൻ നോക്കുന്ന ഒരു കാര്യവും അതാണ്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ. അത് മാറ്റിവെക്കുക. എല്ലാവരും നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.